മുസ്ലിം ഭീകരവാദികൾ കാശ്മീർ വിഷയത്തിൽ വരെ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ നിന്ന ആളുകളാണ്. അവരുടെ പ്രശ്നം മതമാണ്. ഇസ്രായേൽ മുസ്ലിം രാജ്യമായിരുന്നെങ്കിൽ ഒരു വിഷയവും ഉണ്ടാകത്തില്ലായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം നമ്മൾ ചർച്ച പോലും ചെയ്യുമായിരുന്നില്ല. ഒരു മാധ്യമവും ആ വിഷയം വിലക്കെടുക്കില്ല. ഇപ്പോ കലയിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും എന്നു വേണ്ട ഫ്ലാറ്റിലും ഉണക്കമീനിലും മഞ്ഞപ്പൊടിയിലും അടക്കം മതം വന്നു കഴിഞ്ഞു. ഇസ്ലാമിക തീവ്രവാദത്തിന് പരസ്യമായി പിന്തുണ കൊടുക്കുന്ന ഇത്തരം ഹമാസ് പ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ജൂലൈ 1 നരേന്ദ്രമോദി കൊണ്ടുവന്ന പുതിയ നിയമം. 19 വർഷം ഞാൻ ഭയങ്കര മതേതരനാണ് എന്ന് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു. അവരുടെ ഉള്ളിലുള്ള മതവിഷം, വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും അന്യമത വിരോധവും നമ്മൾ തിരിച്ചറിഞ്ഞു. അവരുടെ ഉള്ളിലുള്ളത് കലയല്ല, മതമാണ്. ആ കലയിലും ഒരു മതം അവര് കാണുന്നുണ്ട്. മാനവികതയല്ല, സ്വജന പക്ഷപാതിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊല്ലുന്ന, അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്ന, ഇരുമ്പ് ജെട്ടിയിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്രവാദികളെയും ഈ തീവ്രവാദത്തെയും ഈ മനുഷ്യത്വ വിരുദ്ധരെയും കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾക്ക് എത്ര കാലം സാധിക്കും? ഈ ഇസ്ലാം മത തീവ്രവാദത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആളുകൾ, അവരെ ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയമായിരുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയം. അവർക്കെതിരെ രാജ്യം എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്ന് തിരിച്ചറിയാനാണ് പുതിയ ഒരു നിയമവും. റാഫയിലേക്ക് ഞാനും നോക്കിയിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞതുപോലെ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനത്തെ ഹമാസ് ഭീകരനെയും ലോക സമാധാനത്തിനു വേണ്ടി ഇല്ലാതാക്കുന്നത് കാണാൻ ഞാനും നോക്കുന്നുണ്ട് റാഫയിലേക്ക്. ഒരു രാജ്യത്തും ഈ തീവ്രവാദികൾ ഇനി ഇങ്ങനെ കുലം കുത്തി ഒഴുകാൻ പാടില്ല. ഒരു മനുഷ്യന്റെയും ജീവൻ അപഹരിക്കാൻ, ഒരു രാജ്യവും തകർക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു നെതന്യാഹു ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ഇസ്രായേലിന് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയാണ്. അതിൽ നമുക്ക് അഭിമാനമാണ്. ഇസ്രായേൽ വിജയിക്കുക തന്നെ ചെയ്യും. നമ്മള് ഗാസയെ ഷേവ് ചെയ്തിട്ടോ റാഫയിലേക്ക് കണ്ണയച്ചു മോങ്ങിയിട്ടോ ഇതിനകത്ത് കാര്യമില്ല. കാരണം സത്യം ജയിക്കണം. ആരുടെ പക്ഷത്താണോ സത്യവും ധർമ്മവും നീതിയും ഉള്ളത് അത് പുലരണം. അത് പുലരാതെ എങ്ങനെയാണ് നീതി നടപ്പായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ഹിന്ദു മതത്തെ എതിർക്കുന്നതിന് വേണ്ടി മാത്രം യുക്തിവാദികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങളെ മാത്രം എതിർക്കുന്നതിന് വേണ്ടി യുക്തിവാദികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമുണ്ട്. ശരിയാണ്. കമ്മികളെ അനുകൂലിക്കുന്നതിന് വേണ്ടി മാത്രം യുക്തിവാദികളായ 2 വിഭാഗത്തിലെയും ആളുകളുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന, നമ്മൾ ഫോളോ ചെയ്ത ആ മതത്തെ എതിർക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്. എന്തിനാണ് ഇസ്ലാം മതത്തെ മാത്രം എതിർക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവരെങ്ങനെയാണോ അതേ രൂപത്തിൽ നമ്മൾ നിലകൊള്ളണം. അവരുടെ രാഷ്ട്രീയമായിരിക്കണം നമ്മുടെയും രാഷ്ട്രീയം. അവര് മാത്രമാണ് യുക്തിവാദി, അവര് മാത്രമാണ് ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നത്, അവര് മാത്രമാണ് യഥാർത്ഥ നിരീശ്വരവാദികൾ എന്ന് ഓരോ ദിവസവും 4 വട്ടം 5 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടെ രാഷ്ട്രീയമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോൾ ഒരു മൈൽഡായിട്ട് മതി, ഒരു മയമൊക്കെ വേണമെന്ന്. അതായത് അവരുടെ ഉള്ളിൽ നിന്നും ഇപ്പോഴും സ്വത്വബോധം വിട്ടുപോയിട്ടില്ല. അവര് തന്നെ വിളിക്കുന്നത് യുക്തിവാദികളെന്നാണ്. ഹിന്ദുമതത്തെയും ക്രിസ്ത്യൻ മതത്തെയും വിമർശിക്കാത്തിടത്തോളം കാലം ഇസ്ലാമിനെ മാത്രം വിമർശിച്ചാൽ നിങ്ങളൊരു യുക്തിവാദി ആകില്ല എന്ന് പറഞ്ഞ യുക്തിവാദികളെ എനിക്കറിയാം. മനസ്സിലായ? അതായത് അവരെങ്ങനെയാണോ യുക്തിവാദത്തെ കാണുന്നത്, അവരെങ്ങനെയാണോ ആ ആശയത്തെ സമീപിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും സമീപിക്കേണ്ടത് എന്ന് നിർബന്ധിച്ചാൽ
യുക്തിവാദവും മതവാദവും തമ്മിൽ എന്താ വ്യത്യാസം? മതത്തിൽ എന്താ ഉള്ളത്? മതത്തിലും ഇത് തന്നെയാണ്. എന്റെ വിശ്വാസം തന്നെ ആയിരിക്കണം നിന്റെയും വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശ്വസിക്കണം. ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റ് നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഫറൂഖ് ഗവൺമെന്റ് ഹൈസ്കൂള്, ഗവൺമെന്റ് ഗണപതി ഹൈസ്കൂള്, അടുത്ത ക്യാൻറ്റീൻ ഒരു കുട്ടൻ എന്ന ഒരു വ്യക്തിക്ക് നടത്താൻ കൊടുത്തത്ര. അവിടുത്തെ ലീഗുകാർ അതിനെ പ്രശ്നമുണ്ടാക്കി എതിർത്തു. നോമ്പ് കാലത്ത് ക്യാൻറ്റീൻ തുറക്കും, അതുകൊണ്ട് നോമ്പെടുക്കുന്ന വിദ്യാർത്ഥികളെ അവിടെ പോയി ഭക്ഷണം കഴിക്കും, നോമ്പ് മുറിഞ്ഞു പോകും, അതുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഒരു മുസ്ലിമിന് മാത്രം അത് നടത്താൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. നമ്മുടെ കേരളം അവർക്കത് പറയാനുള്ള ഒരു ധൈര്യം കൊടുത്തു. അതായത് ഇസ്രായേലിനോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചു നിന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഹമാസിനെ പിന്തുണയ്ക്കാനും ഒരു വിഭാഗത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരാണ് ജനാധിപത്യം. ഇവിടെ പകൽ സമയത്ത് ഹോട്ടലുകൾ തുറക്കരുത്, നോമ്പ് കാലത്ത് നോമ്പ് പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് മതവിശ്വാസികൾക്ക് കിട്ടിയതിലാണ് ബഹുസ്വര സമൂഹത്തിന്റെ സഹിഷ്ണുതയെ നിങ്ങൾ കാണേണ്ടത്. മനസ്സിലായോ? ഈ ബഹുസ്വര സമൂഹത്തില് എല്ലാ മതങ്ങളെയും എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങള് ഇപ്പൊ ഈ ഇടയ്ക്ക് ചില പേരുകള്, ചില സംവിധായകരുടെ പേരുകള്, ചില സിനിമാക്കാരുടെ പേരുകള്, ചില പാട്ടുകാരുടെ പേരുകള് ഒക്കെ വൈറലായിട്ടുണ്ടല്ലോ. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ആ സിനിമ നിങ്ങൾ കണ്ടിരുന്നു. ഒരു സത്യസന്ധമായ ഒരു ചരിത്രം പറയുന്ന സിനിമയാണെന്ന് പറയുന്നത്. ആ സിനിമ വിവാദമായി. ആ സമയത്ത് അതിന്റെ സംവിധായകനോടൊരു ചോദ്യം, മറ്റു മതങ്ങളിലെ ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എടുത്ത് കലാപരമായ രൂപത്തിൽ, ഒരു സിനിമയുടെ രൂപത്തിൽ അതിനെ നിങ്ങൾ ആവിഷ്കരിക്കുമോ, ജനങ്ങൾക്കൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ? അദ്ദേഹം പറഞ്ഞ മറുപടി എഴുതി വെച്ച് വായിക്കണം. അദ്ദേഹം പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ മുസ്ലിങ്ങളെ പോലെ ഇത്രയധികം ആക്രമിക്കപ്പെട്ട ഒരു ജനത വേറെയില്ല. ഇവിടെ മുസ്ലിങ്ങളെ വിമർശിച്ച് ഞാൻ സിനിമ എടുക്കത്തില്ല. കാരണം മുസ്ലിങ്ങളെ വിമർശനാത്മകമായി കാണുന്ന സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എൻ്റെ തീരുമാനമാണ്. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്, ആ ജനത അനുഭവിക്കുന്നുണ്ട്. ഇനി ഒരു സിനിമ കൂടി എടുത്തിട്ട് ആ വിഷമം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയാനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയത് ഇവിടുത്തെ ജനാധിപത്യമാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും നിരാകരിക്കാനും, ഏതു മതത്തിലേക്കു മാറാനും അത് വേണ്ടെന്നു വെക്കാനും, ഏതൊന്നിനെ പിൻപറ്റാൻ പറ്റുന്ന രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കാനും, മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കാനും ഈ ജനാധിപത്യത്തിന്റെ മാധുര്യം നമുക്ക് അനുമതി നൽകുന്നു, സ്വാതന്ത്ര്യം നൽകുന്നു. അന്ന് തന്നെ ആ സംവിധായകന്റെ വാക്കുകൾ വൈറലായി. മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ സിനിമ എടുക്കുമോ? ഇല്ല. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ട്. മറ്റു മതങ്ങളിലെ അനാചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇനിയും സിനിമ എടുക്കും. എങ്ങനെയുണ്ട്? അതായത് ആ വിഭാഗത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, അവരുടെ മതവികാരങ്ങൾക്ക് വ്രണം ഏൽപ്പിക്കാൻ, മങ്ങലേൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റേ മതവിഭാഗങ്ങൾ അവർ വ്രണപ്പെട്ടോട്ടെ, വെട്ടോട്ടെ, കുഴപ്പമില്ല. ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്കല്ല ഇവര് പ്രാധാന്യം നൽകുന്നത്. മനസ്സിലായ? ഗൾഫ് രാജ്യങ്ങളൊക്കെ കാതൽ എന്ന സിനിമ നിരോധിച്ചത് നമുക്കറിയാമല്ലോ. അതിന്റെ തുടർച്ചയാണ് ഫറൂഖ് കോളേജിലെ കുട്ടന്റെ ക്യാൻറ്റീനും. മതവിമർശനം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ നഖശിഖാന്തം എതിർക്കുക എന്നും ക്രിസ്ത്യാനികളെ നഖശിഖാന്തം എതിർക്കുക എന്നതും മാത്രമായി ഡെഫിനിഷൻ ചെയ്ത് ചുരുക്കപ്പെട്ടു. ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിനെ ആരും വിമർശിക്കാൻ പാടില്ല. അതിലെ മാനവിക വിരുദ്ധതകളെയോ
ജനാധിപത്യ വിരുദ്ധതകളെയോ സ്ത്രീ വിരുദ്ധതകളെയോ ആരും സംസാരിക്കാനും പാടില്ല. ഇത് ഈ സംവിധായകൻ അറിയാം. പക്ഷേ അവർക്ക് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം. ഇസ്ലാമിനെ തൊടാൻ പറ്റില്ല. മതേതരവാദികളുടെ കൂട്ടത്തിൽ നമ്മൾ സേഫായി നിൽക്കും. മനസ്സിലായ? മുസ്ലിം കൂട്ടുകാരുണ്ട്, അവരെ പ്രകോപിപ്പിക്കണ്ട, അവരുടെ മതവികാരം മങ്ങലേൽപ്പിക്കണ്ട. എന്റെ സിനിമ വിജയിച്ചു പോകണമെങ്കിലും അവര് വേണം, വേണ്ട. പിന്നെ ഒരു രാഷ്ട്രീയ ഇസ്ലാം ഉണ്ടല്ലോ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ, പഴയ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആൾക്കാര്, അവരെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തേം വേണം. അവരെ എതിർത്ത് ഇവിടെ സിനിമയും നാടകവും ഒക്കെ എടുത്ത് വിജയിക്കാൻ പറ്റുമോ? ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ? നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബത്തിന് ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമോ? സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? ആ സംവിധായകന്റെ മറുപടിയിൽ ഇതെല്ലാം ഉണ്ട്. സംസ്ഥാനത്ത് കളിക്കാൻ പോയ ഹയർ സെക്കൻഡറി പെൺകുട്ടികൾ, നമുക്കറിയാം കിതാബ് എന്ന നാടകം, ഹൈസ്കൂളോ എന്തോ ആണ്. ആ സമയത്ത് പെൺകുട്ടി ബാങ്ക് വിളിച്ചു. ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ഒരു വിമർശനമുണ്ട്. ആ നാടകം ആ കുട്ടികൾക്ക് കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാതൽ എന്ന സിനിമയ്ക്കും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ഒക്കെ ഒപ്പം നമ്മൾ നിൽക്കണം. കാരണം അതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കണം നമ്മുടെ ലക്ഷ്യം ഇസ്ലാം മത പ്രീണനമാണെന്ന്. മനസ്സിലായ? മതങ്ങളെ തൂക്കി നോക്കി തുലനം ചെയ്ത് ആരാണോ ഭൂരിപക്ഷം അവരെ പറഞ്ഞാൽ, അവരുടെ മതവികാരം വ്രണപ്പെടുത്തിയാൽ എനിക്കുണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണ് എന്ന് അറിഞ്ഞു വേണം ഇവിടെ പിന്തുണ പ്രഖ്യാപിക്കാൻ. അതല്ലാതെ നമ്മളൊരു മതേതരന്റെ മുഖഛായയൊക്കെ എടുത്ത് അണിഞ്ഞാലുണ്ടല്ലോ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഫറൂഖ് കോളേജില് വിദ്യാർത്ഥികൾക്കിടയിൽ മുമ്പ് ഏക സിവിൽ കോഡിന്റെ നിയമത്തെ കുറിച്ചിട്ട് ഒരു സർവേ നടത്തിയത് വിവാദമായി. സ്വതന്ത്രപരമായി തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞ വിദ്യാർത്ഥിനികൾ നേരിടേണ്ടി വന്നത് ഭീകരമായ സൈബർ ആക്രമണമായിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയവരുടെ പ്രസ്താവനകൾ വരെ പിൻവലിക്കപ്പെട്ടു. അന്നത്തെ വിദ്യാർത്ഥി യൂണിയൻ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞത്, സംവാദത്തിൽ ഫറൂഖാബാദിന്റെയും നിലപാട് ഞങ്ങൾ പറയുമെന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫറൂഖാബാദിന്റെ നിലപാട് മനസ്സിലായോ? ഫറൂഖാബാദ് എന്ന് പറയുന്നത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ ഒരു ബസ് സ്റ്റോപ്പിന്റെ പേരാണോ? ഇസ്ലാമാബാദ് എന്നൊന്നും അല്ലല്ലോ ആക്കിയത്. നമുക്കറിയാം നമ്മുടെ നാട്ടില് എല്ലാ മേഖലയിലും കടന്നു വരുന്ന മതം ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ യൂണിയന്റെ ധാർമ്മികമായ മൂല്യം മതമൂല്യമാകുമ്പോൾ, കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കേണ്ടുന്ന ഒരു ജനവിഭാഗം മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ, എല്ലാ മതത്തെയും ഒരുപോലെ കാണേണ്ടതിന് പകരം ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചു നിർത്തുകയും മറ്റുള്ള മതങ്ങളെ നഖശിഖാന്തം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യാമെന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിന്റെ വിശാലമായ പുരോഗമന മുഖം അനാവൃതമാകുകയാണ്. നമ്മൾ മനസ്സിലാക്കുവാണ് അതിലൂടെ. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളോടുള്ള സമീപനങ്ങളും കാഴ്ചപ്പാടുകളും എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇവിടെ ഇസ്ലാം മതത്തെ വിമർശിക്കണമെന്ന് ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ മതം, നമ്മൾ മനസ്സിലാക്കുന്ന മതം, അതിനകത്ത് എന്തെങ്കിലും രൂപത്തിൽ ആശങ്കയുണ്ടെങ്കിൽ നമ്മളത് പങ്കുവയ്ക്കുന്നു. എന്റെ മതത്തെ സംബന്ധിക്കുന്ന ഒരു സ്വത്വബോധവും എന്നിൽ നിലനിൽക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട്. ഏത് മതമാ വിമർശിക്കപ്പെടാത്തത്? ഇസ്ലാമിനെ വേദനിപ്പിക്കുന്ന ഒന്നും എന്റെ സിനിമയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, എന്നിട്ട് ഇസ്ലാമിനെ വേദനിച്ചു എന്ന് പറഞ്ഞിട്ട് മതം തൂക്കി നോക്കി അദ്ദേഹത്തിന്റെ കൈ പറയ്ക്കുന്നു, എഴുതാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ നാവൊടക്കുന്നു, വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇങ്ങനെ ഈ ജനാധിപത്യ രാജ്യത്ത് സത്യമൊന്ന് തുറന്നു പറയാൻ ഭയക്കുന്ന ഇത്തരം ആളുകൾ, ഇവരിലൂടെ നമ്മൾ എന്ത് രൂപത്തിലുള്ള ആവിഷ്കാരവും കലയുമാണ് പ്രതീക്ഷിക്കേണ്ടത്? മതം വിഴുങ്ങിയ ഒരു സമൂഹം, അവർക്ക് വളമിട്ട് കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ അവർക്ക് ഈ മതത്തെ കൂട്ടിക്കൊടുക്കുന്നിടത്തോളം കാലം എങ്ങനെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരാനാണ്?
എങ്ങനെ പുലരാനാ? ഒരു മനുഷ്യന്റെ സമയത്തിന് മൂല്യമുണ്ട്, അവരുടെ കലാപ്രവർത്തനത്തിന് മൂല്യമുണ്ട്, അതേപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കും അവരുടെ നിലപാടുകൾക്കും സ്ഥാനമുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അതിനിവിടെ സ്വാതന്ത്ര്യമുള്ളത് ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ എന്നെ എതിർക്കാനും എന്നെ വിമർശിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കണം. ചിലരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് പച്ച തെറി വിളിക്കുന്നത് കൊണ്ടാണ്. മാന്യമായി സഹിഷ്ണുതയോടുകൂടി സംവദിക്കാനോ വിമർശിക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട്. നമുക്കറിയാം, പല വിഷയങ്ങൾ വന്ന സമയത്ത് കേരളം എടുത്ത സമീപനം, പൗരത്വ ബില്ല്, മുത്തലാഖ് നിരോധന ബില്ല്, കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കല്, ജനറൽ ന്യൂട്രൽ യൂണിഫോം, ലിംഗസമത്വത്തിന്റെ സിലബസ്, കുട്ടികളെ മിക്സ്ഡ് ആയിട്ട് ഇരുത്തി പഠിപ്പിക്കുന്നത്, പിന്നെ യൂണിഫോമിറ്റി, പെൺകുട്ടികളുടെ വിവാഹപ്രായം, പിന്നെ ഹിജാബ് വിഷയം, ബഹുഭാര്യത്വം, മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകളുടെ മെയിൻ്റനൻസ്, ജീവനാംശം, ഒരുപാട് പ്രാദേശികമായ രാജ്യത്തിനകത്തും പുറത്തുമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്കെടുത്ത സമയത്ത് ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നത് പോലെ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് നിർത്തുന്ന സമീപനം സ്വീകരിച്ച മതസംഘടനകളെ നമുക്കറിയാം, മത നേതാക്കളെ നമുക്കറിയാം. ഇസ്ലാമിനോടുള്ള അനുരാഗം കാരണം ഭീകരവാദികളെ പ്രണയിച്ച് നിർത്തി, അവരെ പോരാളികളാക്കി, അവരെ ന്യായീകരിച്ചു വെളുപ്പിച്ച് അവരെന്ത് സമീപനമാണ് ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ഒളിക്കണ്ടിട്ട് നോക്കി രാവിലെ അതേ സമീപനം തന്നെ സ്വീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളുകളെ നമ്മൾ കണ്ടു. വർത്തമാനകാല സാഹചര്യത്തിൽ ജനാധിപത്യം എന്താണ് എന്ന് തുണിയൂരി കാണിക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല വിഷയങ്ങളെ സംബന്ധിച്ച് വന്നപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ നാടിന്റെ മതം പെട്ടെന്ന് വ്രണപ്പെടും നമ്മുടെ മതം. അതായത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന, ഒരു മതവിഭാഗത്തെ വേദനിപ്പിക്കുന്ന ഒന്നും എൻ്റെ കലയിൽ ഉണ്ടാകരുത്, എൻ്റെ എഴുത്തിൽ ഉണ്ടാകരുത്, എൻ്റെ സമീപനങ്ങളിൽ ഉണ്ടാകരുത് എന്ന് നിർബന്ധമായും സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന വസ്തുതകൾ പ്രാവർത്തികമാക്കുന്നത്. ഇവിടെ ഇത്തരം സമീപനങ്ങൾ ഭീകരതയെ അനുകൂലിക്കുകയും തീവ്രവാദത്തോട് സമരസപ്പെടുകയും ചെയ്യുന്ന, ഹമാസ് ഭീകരരെ അനുകൂലിക്കുന്ന ഇത്തരക്കാർക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയെയും സിമിയെയും ഒക്കെ അംഗീകരിക്കാൻ സാധിക്കും, അനുകൂലിക്കാൻ സാധിക്കും. അത് ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതാണ് രാജ്യവിരുദ്ധം. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ സാരമായി ബാധിക്കുന്ന വിഷയമാണത്. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അംഗീകരിക്കാൻ സാധിക്കുന്നവര് മാത്രം അംഗീകരിച്ചാൽ മതി. കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും റെഫറൻസുകൾ എടുത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ഇട്ടാൽ പോലും അതിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗത്തോട് എന്ത് സംസാരിക്കാനാണ് ഇനി? എന്ത് സംസാരിക്കാനാണ്? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. ഏതാണ്ട് നമ്മുടെ ലൈവ് ഇവിടെ പൂർത്തിയാക്കാൻ സമയമായിട്ടുണ്ട്, അവസാനിപ്പിക്കാനായിട്ടുണ്ട്. പുതിയ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്. അതായത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ കൂടിയാണ്. നമുക്ക് സത്യസന്ധമായി വിഷയങ്ങളൊന്ന് അറിയാൻ
മതമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ സത്യസന്ധമായി വാർത്തകൾ നമ്മുടെ മുമ്പിൽ എത്താൻ വേണ്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ തന്നെ ഒരു ചാനൽ തുടങ്ങാൻ ഷഹാന ഒരു റിപ്പോർട്ട് അടിക്കാനേ പറ്റുന്നുള്ളൂ അല്ലേ? നീ നിന്നൊരു കാര്യം ചെയ്യ, നീ ഒരു 19 റിപ്പോർട്ട് അങ്ങ് അടിക്കേ. കാരണം പറയുന്ന ഒന്നിന് മറുപടി ഇല്ലാതാവുമ്പോഴത്തേക്കിന് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എന്താ വിചാരിച്ചത്, നിങ്ങളുടെ മതം രക്ഷപ്പെട്ടെന്നോ? ഇല്ല, അങ്ങനെയൊന്നും രക്ഷപ്പെടില്ല. അപ്പോഴും ഇവിടെ പോടി നാമിന, എൻ്റെ ഉമ്മായി ഇപ്പോൾ വിളിക്കടി പോ. ഇപ്പൊ അപ്പിക്കുപ്പായക്കാരികളാണ് കൂടുതലായിട്ട് കയറി വരുന്നത് തെറി വിളിക്കാൻ. അതുകൊണ്ട് ഒരെണ്ണം തുടങ്ങുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് ഇന്ന് 8 മണിക്ക് ഒരു ലൈവ് വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം, എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നും എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യകതയെന്നും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. തീർച്ചയായിട്ടും സുഖമാണ്. മുസ്തഫ അല്ല മുഷിത മാഷിത മാഷിത ഹായ് പറഞ്ഞു. ഹായ് ശാലിനി, ഹായ് ശാലിനി. സുഖാണ് സുഖാണ് സുഖം, നന്നായിരിക്കുന്നു. അപ്പോൾ ഇവരുടെ അസഹിഷ്ണുതയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ, അവർക്ക് ആ രൂപത്തിൽ അസഹിഷ്ണുതപ്പെടാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പച്ച തെറി വിളിക്കുമ്പോൾ മാത്രമാണ് ഇവരെ എനിക്ക് ഹൈഡ് ചെയ്യേണ്ടി വരുന്നത്. ക്ഷമിക്കുക. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താം. നന്ദി. സമീന, അവസാനമായ ഒരു ചോദ്യം, നിങ്ങളുടെ മതം ഏതാണ്? എൻ്റെ പൊന്നു പെണ്ണുമ്പിള്ള, എനിക്ക് മതമില്ല, എനിക്ക് മതമില്ല. ഇനി ചോദിക്കണ്ട, എനിക്ക് മതമില്ല കേട്ടോ. ഞാനൊരു മതവിശ്വാസിയല്ല. ഇനി എന്താ അറിയേണ്ടത്? ഓരോന്നിങ്ങി വരും കഴപ്പണം കേട്ടോ.